നമസ്തേ. എറണാകുളം പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവബലി ദർശനം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ പ്രശാന്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഉത്സവബലി നടന്നത്.
ക്ഷേത്ര നാലമ്പലത്തിനകത്തും പുറത്തുമുള്ള ബലിക്കല്ലുകളിലും ദേവന്റെ പരിവാരങ്ങൾക്കും മറ്റു ഭൂതഗണങ്ങൾക്കും നിവേദ്യം അർപ്പിക്കുന്നതാണ് ഉത്സവ ബലി. തന്ത്രിക്കും കഴകം, വാദ്യക്കാർ, കൈസ്ഥാനീയർ എന്നിവർക്കും വസ്ത്രവും ദക്ഷിണയും നൽകുന്നതാണ് ഉത്സവ ബലിയുടെ ആദ്യ ചടങ്ങ്. ബലി തൂക്കുന്നതിനുള്ള ചോറ് തൂശനിലയിൽ നിരത്തി വയ്ക്കുകയും തുടർന്ന് ഇത് മൂന്നായി പകുത്ത് ഓരോന്നിലും ഉണക്കലരി, എള്ള്, മഞ്ഞൾ എന്നിവയുടെ പൊടി വിതറും. മൂന്ന് നിറത്തിലുള്ള ഹവിസ് സത്വരജസ തമോ ഗുണങ്ങളുടെ സൂചനകളാണ്. അതിന് മരം എന്ന വാദ്യവും ശംഖ്, ചേങ്ങില എന്നിവയും ചേർത്തുള്ള മരപ്പാണി കൊട്ടി ബലിദേവതകളെ ഉണർത്തും. ക്ഷേത്രത്തിനുള്ളിലെ ധ്വാസ്തന്മാർ, മണ്ഡപത്തിലെ ദേവവാഹനം, അഷ്ടദിക്പാലകർ, ബ്രഹ്മാവ്, അനന്തൻ, സപ്തമാതൃകകൾ, ഗണപതി, ഭീരഭദ്രൻ എന്നീ ദേവതകൾക്കും അനുചാരന്മാർക്കും ആദ്യഘട്ടത്തിൽ ബലി തൂക്കും. രണ്ടാമത്തെ പ്രദക്ഷിണത്തിൽ ശ്രീകോവിലിന്റെ തെക്കുള്ള സപ്തമാതൃകകൾക്ക് ബലി തൂക്കും. വളരെ സമയമെടുത്താണ് രണ്ടാമത്തെ ഈ ബലി തൂവൽ. ഈ സമയത്ത് മാത്രമാണ് ഭക്തർക്ക് ദർശനം നൽകാറുള്ളത്. കാണിക്ക സമർപ്പിച്ച് ഉത്സവ ബലി പൂജ തൊഴുതാൽ അഷ്ട ഐശ്വര്യങ്ങളും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. ഇതിനുശേഷം മാത്രമാണ് നാലമ്പലത്തിന് പുറത്തുള്ള ബലിപീഠങ്ങളിൽ ബലി തൂകുന്നത്. ക്ഷേത്രേശനെ എഴുന്നള്ളിച്ച് പുറത്തെ ബലിസമർപ്പണം വടക്കു ഭാഗത്തെത്തുമ്പോൾ ക്ഷേത്രപാലന് പാത്രത്തോടെ ബലി സമർപ്പിക്കുന്നതും വിചിത്രമായ കാഴ്ചയാണ്. തുടർന്ന് ദേവനെ അകത്തെഴുന്നള്ളിച്ച് പൂജ നടത്തുന്നതോടെയാണ് ഉത്സവ ബലി പൂർണ്ണമാകുന്നത്. രാവിലെ ശ്രീഭൂതബലിക്ക് ശേഷം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് താന്ത്രിക മന്ത്രധ്വനികളോടുകൂടിയുള്ള ഉത്സവ ബലി. മഹാദേവന്റെ നാമജപ മന്ത്രമുഖരിതമായ ക്ഷേത്രമതിലകം 5 മണിക്കൂർ നേരമാണ് താന്ത്രിക മന്ത്രധ്വനികളാൽ മുഖരിതമായത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവ ബലി ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിക്കും. അദൃശ്യരൂപികളായ ദേവീദേവന്മാരുടെ
സംഗമമെന്നാണ് ഉത്സവ ബലിയെ വിശേഷിപ്പിക്കുന്നത്. ക്ഷേത്രത്തിൽ അദൃശ്യമായി നിലകൊണ്ട് ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുകയും ക്ഷേത്രത്തിന് ചൈതന്യം ഉണ്ടാക്കുവാനായി പാവക്കുളത്തപ്പനെ സഹായിക്കുകയും ചെയ്യുന്നവരാണ് ഈ ദേവീ ദേവന്മാർ എന്നാണ് സങ്കല്പം. പാവക്കുളത്തപ്പന്റെ ഭൂതഗണങ്ങളെ മുഴുവൻ പാണികുട്ടി മന്ത്രപുരസരം ആവാഹിച്ചു വരുത്തി ബലി കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതാണ് ഉത്സവബലി. ക്ഷേത്രത്തിന്റെ സമഗ്രമായ മേൽനോട്ടം വഹിക്കുന്ന ക്ഷേത്രപാലകന് ബലി തൂക്കുന്നതോടെയാണ് ഉത്സവ ബലി ചടങ്ങുകൾക്ക് സമാപനമാകുക. രാവിലെ 11:30 ഉത്സവ ബലി ദർശനം. ക്ഷേത്ര മതിലകത്ത് എഴുന്നള്ളിച്ചു വെച്ച ഭഗവാനെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കൺകുളിർക്കെ കണ്ട് നിർവൃതി അടഞ്ഞു. 30 മുക്കോടി ദേവന്മാരും ഭഗവത് ദർശനത്തിന് ഈ സമയം എത്തുമെന്നാണ് സങ്കല്പം. ഇന്നേ ദിവസം എല്ലാ ചരാചരങ്ങൾക്കും അന്നം നൽകി തൃപ്തിപ്പെടുത്താറുമുണ്ട്. ഈ പുണ്യ സമയത്ത് ദേശത്താരും പട്ടിണി കിടക്കരുതെന്ന് ഉദ്ദേശിച്ച് പക്ഷി മൃഗാദികൾക്ക് പോലും അന്നം നൽകി വരുന്നു. വിശ്വഹിന്ദു പരിഷത്ത് ദേവസ്വം ട്രസ്റ്റിന് കീഴിലുള്ള കലൂർ പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് 2025 ഡിസംബർ 25 വ്യാഴാഴ്ചയായിരുന്നു കൊടികയറിയത്. 10 ദിവസത്തെ ഉത്സവത്തിന് 2026 ജനുവരി 3-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ പ്രശാന്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ തിരുആറാട്ടുകടവിൽ പന്തീരടി പൂജയോടുകൂടി തിരുവുത്സവത്തിന് കൊടിയിറങ്ങും. 10 ദിവസങ്ങളിലായി നടന്ന വിവിധ കലാപരിപാടികൾ പാവക്കുളത്തപ്പന്റെ തിരുവുത്സവത്തിന് മാറ്റുകൂട്ടി.